എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു ബ്രേക്കപ്പിന് ശേഷം, അതായത് നിങ്ങളുടെ ഹസ്ബൻഡായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ടും നിങ്ങളൊരു ബ്രേക്കപ്പിന് ശേഷം ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇന്നൊരു റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനും അല്ലെങ്കിൽ കറണ്ട് എനർജിയുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തി, അതായത് നിന്ന് അകന്നു പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ടോ, അതായത് മറ്റൊരു ബന്ധത്തിലേക്കാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞവരവരുടെ ഫാമിലിയോടൊപ്പം പോയതാവാം. ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ടാറോട്ട് റീഡിംഗ് ഒരു നിർദ്ദേശമായിട്ട് മാത്രം കാണുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളിതിലൂടെ ഒരു കുറച്ച് ശതമാനം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും കൂടിയാണ് ഈ റീഡിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു നിർദ്ദേശം മാത്രമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ടാറോട്ട് റീഡിങ്ങിനെ. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഏത് സമയത്തും ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്ക് കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. അതുപോലെ ബ്ലാക്ക് മാജിക്ക്, തേർഡ് പാർട്ടി റിമൂവൽ, മറ്റെന്തെല്ലാം കാര്യത്തിനും ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. എല്ലാത്തരം ബ്രേസ്ലെറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് അതിന് വേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ചാർജ് ചെയ്ത പൂജിച്ച ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പം ബ്രേസ്ലെറ്റുകളല്ലാതെ സ്റ്റോണുകളുണ്ട്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന. അതുപോലെ ഇൻഡെപ്ത് റീഡിംഗ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് നമ്പർ അതും ഞാൻ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പരും ഞാൻ എൻ്റെ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ നിങ്ങളുടെ സിറ്റുവേഷനെ പറ്റി അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജിയാണ്, അതായത് ഒരു ബ്രേക്കപ്പിന് ശേഷമുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജിയാണ് ഞാനിപ്പോൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ആ ഒരു പേഴ്സൻ്റെ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ചൊരു ജനറൽ ഔട്ട്കം കൂടെ തരുന്നതായിരിക്കും, ഒരു ഗൈഡൻസ് പോലെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന് ഇത്രയും നാൾ നിങ്ങൾ മറ്റുള്ള വ്യക്തികളെ സന്തോഷിപ്പിക്കാനും അവരുടെ സന്തോഷം കണ്ടെത്താനായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലവഴിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ആ ഒരു വ്യക്തിയുടെ സന്തോഷത്തിനല്ല, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സന്തോഷത്തിനല്ല ഇപ്പോൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതായത് ഒരു ചെറിയ കാര്യമായാൽ പോലും നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ചവിട്ടി അരച്ച് പോയൊരു വ്യക്തിയെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാവാം. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നിങ്ങൾക്കൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിപരം ചിന്തിക്കൂ, എന്ത് മാറ്റമാണ് ഇവൾക്ക്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഇവന്, അങ്ങനത്തെ ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് മറ്റു വ്യക്തികളിൽ വളരെയധികം അവർക്ക് തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം നിങ്ങളിലുണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് ലാസ്റ്റ് വന്നത്. കാര്യം നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇച്ചിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ എല്ലാ കാര്യത്തിനും. അതായത് ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കടയിലൊരു തുണി എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും പേടിയാണ്. അപ്പം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഇൻട്രോവേർട്ട്നെസ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഒരു അന്തർമുഖനാണ് അല്ലെങ്കിൽ അന്തർമുഖയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ കാര്യം, ഒരു ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊന്നും ഇപ്പോൾ കണ്ണിൽ പിടിച്ചില്ലെങ്കിലും ആ കടക്കാരൻ്റെ നിർബന്ധപ്രകാരം വേണമെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും എടുത്തിട്ട് പോരും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ അധിക നേരം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയായിരുന്നു. കാര്യം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും നിങ്ങൾ വാല്യൂ കൊടുത്തത് ഈ ഒരു വ്യക്തിക്കായിരുന്നു. ആ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാനും അവരുടെ ഹാപ്പിനെസ്സിനും അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. അതായത് നിങ്ങളെ മനസ്സിലാക്കാതെ നിഷ്കരുണം നിങ്ങളെ തള്ളിക്കളഞ്ഞ് മറ്റൊരു ബന്ധത്തിലേക്കാവാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കൂടെയാകാൻ പോയത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു ആ ഒരു സമയത്ത്. അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് നിങ്ങൾ ഒരുപാട് സമയമെടുത്തായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു ഭയമില്ല. ഇപ്പം നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ ഒരു കാര്യം ചെയ്തു പോകുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൂ വിരിയുന്നതും ഒരു ചെടിയിലൊരു പൂ ഉണ്ടാകുന്നതും അതുപോലെ ആദ്യമായിട്ടൊരു വിത്ത് മുളച്ച് അതിലൊരു ഇല വരുന്നതും ഇതൊക്കെ വലിയൊരു ചെറിയ കാര്യമാണ്. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മാറ്റമാണ്, ഒരു റീബർത്ത്, ഒരു സ്പിരിച്വൽ റീബർത്താണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ആത്മീയതയിലേക്ക് കടന്നായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സന്യാസത്തിലേക്ക് പോയെന്നല്ല, നിങ്ങൾ ആ ഒരു ആത്മീയത, ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടന്നു. ഒരു സ്പിരിച്വൽ റീബർത്ത് നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. വളരെ മാറ്റമാണ് കേട്ടോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. വളരെയധികം മാറ്റം, മറ്റുള്ളവരെ അതിശയിക്കുന്ന തരം മാറ്റം നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു പുതിയ വേർഷനാണ് ഇപ്പോൾ, അങ്ങനെ തന്നെ പറയാം. തീർച്ചയായിട്ടും അതാണ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് എല്ലാം ഡിവൈനിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ആയാസരഹിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. നിങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിച്ചേർന്നു, പ്രകൃതിയിൽ ലയിച്ച് അതായത് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കണം, ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നാലാണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആയാസരഹിതമായിട്ടുള്ള ജീവിതമാണ്. മൈൻഡിനെയൊക്കെ ഫ്രീ ആക്കി കുറച്ച് യാത്രകളൊക്കെ പോകണം, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. എല്ലാം നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്ത് വന്നാലും അത് നല്ലതിനാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലൊരു നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾ അതിൻ്റേതായ മഹത്വം കണ്ടെത്തുന്നുണ്ട്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലായാൽ പോലും അതിനൊരു സന്തോഷം കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു കാർഡാണ് ഓർഡിനറി കാർഡ്. അപ്പം നിങ്ങൾ മാറി, ഒരു ഓർഡിനറി പേഴ്സണായിട്ട് മാറി. നിങ്ങൾ ഒരു സാധാരണ ഒരു വ്യക്തി. ഒരുപാട് ജീവിതത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ല. വരുന്നത് പോലെ വരട്ടെ. അതായത് നിങ്ങൾ നേരത്തെ ഒരുപാട് പ്ലാൻ ചെയ്യുമായിരുന്നു ജീവിതത്തെപ്പറ്റി. നമുക്കറിയാം, ജീവിതത്തെപ്പറ്റി അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അതെല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി, ഇനിയിപ്പം വരുന്നത് എന്താണോ അതിനെ അതിൻ്റേതായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്.
അതായത് അനാവശ്യ ഉത്കണ്ഠകൾ ഒഴിവാക്കി ജീവിതത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ വീണ്ടെടുത്തതായിട്ട് കറേജ് കാർഡിലൂടെ മനസ്സിലാക്കി. കാര്യം ഈ ഒരു വ്യക്തി പോയതോടുകൂടി നിങ്ങൾ ഇല്ലാണ്ടായി എന്ന്. കാര്യം ഇവരെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, ലവറാവാം, പാർട്ട്ണറാവാം, ആരുമാവാം. അവരാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിച്ചു ഇത്രയും നാൾ. പക്ഷേ നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് നിങ്ങളിൽ വന്നു. നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് നിങ്ങളുടെ ജീവിതത്തെ പറ്റി. ഇപ്പം നിങ്ങൾ വളരെ ഒരു ന്യൂ വേർഷൻ എന്ന് ഞാൻ ഒന്നും കൂടെ പറയുന്നത് ഇത് കാർഡിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു ആന്തരിക സമാധാനം നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്നെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ, ഇപ്പോൾ പെറ്റ്സിനെയൊന്നും ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരുന്നായിരിക്കാം നേരത്തെ നിങ്ങൾ. പക്ഷേ ഇപ്പം പെറ്റ്സിനോടൊക്കെ ഒരു പെറ്റ്സ് കെയറിങ്ങിനോടൊക്കെ നിങ്ങൾക്ക് താല്പര്യം വന്നിട്ടുണ്ട്, ജീവജാലങ്ങളോട്. അതുപോലെ തന്നെ ഓരോ പക്ഷികളായിക്കോട്ടെ, ഒരു മൃഗങ്ങളായിക്കോട്ടെ, അവയോടൊക്കെ നിങ്ങൾക്കൊരു ഇൻറ്റിമസി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ദൈവാധീനം അല്ലെങ്കിൽ ഒരു ഡിവൈനിറ്റി കൂടിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു മൊത്തത്തിൽ. കാര്യം നിങ്ങൾ ആ ഒരു വ്യക്തി പോയതോടുകൂടി ജീവിതത്തിൽ എല്ലാം അവസാനിച്ചെന്ന് കരുതിയ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അഭിമാനം തോന്നും, അത്ഭുതം തോന്നും. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ, എങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി, ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ എങ്ങനെ ഇവിടം വരെ. നിങ്ങൾക്ക് തന്നെ അതിശയമാണ് തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു വേർഷനാണ് നിങ്ങളിപ്പം. ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മനോധൈര്യം നിങ്ങൾ വീണ്ടെടുത്തു. അതായത് പിന്നെ വെല്ലുവിളികൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പം ഇൻഡിപെൻഡൻ്റ് ആയതായിട്ട് കാണുന്നുണ്ട്. ഫൈനാൻഷ്യലി, അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്താഗതികളിലും മാറ്റം വന്നിട്ടുണ്ട്. ഒരു ജോലിയൊക്കെ നിങ്ങളെ തേടി എത്തിയതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ ധൈര്യമായിട്ട് നേരിടും, ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഈ ഒരു ബന്ധത്തിലായാലും വരുന്നത് പോലെ വരട്ടെ, അവരോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. അവർ വന്നാൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ. ഒരു മാറ്റമാണ് നിങ്ങളിലുണ്ടായിരിക്കുന്നത്, ഒരു വലിയൊരു മാറ്റം, പ്രകടമായ മാറ്റം നിങ്ങളിലുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആളുകളൊക്കെ നിങ്ങളെപ്പറ്റി ഇവളിങ്ങനെയല്ലല്ലോ, അല്ലെ ഇവൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇവൻ എന്ത് മാറ്റം വന്നു. ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും നിങ്ങളെ അറിയാവുന്നവരും ഒക്കെ അത്രത്തോളം അത്ഭുതപ്പെടുന്നുണ്ട്. ഇവൻ ഇങ്ങനെ എന്തുകൊണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി. നിങ്ങൾ ചെറിയ കാര്യങ്ങളിലും അതിൻ്റേതായ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറക്കാനായിട്ട് ഉണ്ടായ ഒരു ഉപാധി പോലെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു പുതിയ മുഖത്തിലേക്ക്, ഒരു ആത്മീയതയുടെ പുതിയ മുഖത്തിലേക്ക് നിങ്ങൾ കടന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ 24 മണിക്കൂർ അമ്പലം, പള്ളി, അതുപോലെ തന്നെ മുസ്ലിം പള്ളി അവിടെ പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് മാറ്റം വന്നു. നിങ്ങൾ ഡിവൈനിൽ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ പ്രപഞ്ചശക്തിയെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ഒരു ലോകത്തൊന്നുമില്ല. അതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങളിപ്പോൾ ഡിവൈനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് അഫർമേഷൻ, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എനർജി ഇതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കൂടെ നോക്കാം. അതായത് ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് പോയ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോയ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെ വിട്ട് മറ്റ് ബന്ധത്തിലേക്ക് പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്നാണ് നോക്കുന്നത്. എന്താണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്നാണ്.
ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ബോട്ടം ഓഫ് ദ ഡെക്ക് ഒരു ടവർ കാർഡാണ്. അവർക്ക് നല്ല റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ വ്യക്തികൾക്ക് നല്ല റിഗ്രറ്റ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിപ്പം കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് കടുത്ത കുറ്റബോധമുണ്ട്. കാര്യം നിങ്ങളുമായിട്ടൊരു തുടക്കം, ഒരു പുതിയ പ്രതീക്ഷയെ സൂചിപ്പിക്കുന്ന കാർഡാണ് സ്റ്റാർ കാർഡ്. നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നൊരു ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് മാറ്റം വന്നു. അതായത് അത് ആ ഒരു വ്യക്തി ഇവരെ അസൂയപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാറ്റം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് വലിയ രീതിയിൽ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് വീണ്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട്. കാര്യം ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങളുടെ ബന്ധം പുനരുജ്ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു പുനരുജ്ജീവനത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ടവർ കാർഡ്. കാര്യം അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് നിങ്ങളുമായിട്ട് ഉണ്ടായിപ്പോയ കാര്യങ്ങൾക്കൊക്കെ. ആ ഒരു വ്യക്തിക്ക് അടുത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി ബന്ധം കാരണമാകാം നിങ്ങളുടെ ബന്ധം തകർന്നത്. അവരിപ്പോൾ ഏത് വ്യക്തിയുടെ കൂടെ ആണെങ്കിലും അവരവിടെ ഒട്ടും ഹാപ്പിയല്ല. കാര്യം അവരുടെ ഓർമ്മകളിൽ മുഴുവൻ നിങ്ങളാണ്, നിങ്ങൾ മാത്രം. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട അവർ പെൻഡക്കിൾ, 4 ഓഫ് പെൻഡക്കിൾ കണ്ടല്ലേ, ആ പെൻഡക്കിൾ പോലെയാണ് നിങ്ങളെ ചേർത്തി പിടിച്ചിരിക്കുകയാണ് അവർ. അതുപോലെ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ഫുൾ കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യം അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതാണ് 5 ഓഫ് സോർഡ് വന്നിരിക്കുന്നത്. കാര്യം അവരായിട്ട് നിങ്ങളോട് ഒരുപാട് വഞ്ചന ചെയ്തതായിട്ട് അവർക്കിപ്പോൾ ഒരു കുറ്റബോധമുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ചതിച്ച് മറ്റേ ബന്ധത്തിലേക്ക് പോയൊരു വ്യക്തിയാണ്. നിങ്ങൾ സിൻസിയറായിട്ടാണ് അവരെ സ്നേഹിച്ചതും മനസ്സിലാക്കിയതും കൂടെ നിന്നതും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തതും. അപ്പം നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പം ആണെങ്കിലും മറ്റൊരു സ്ത്രീയോട് അല്ലെങ്കിൽ പുരുഷനോടൊപ്പം ആണെങ്കിലും അവരൊട്ട് ഹാപ്പിയല്ല. അവർ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ ബന്ധം വീണ്ടും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു കർമ്മയാണ് തീർച്ചയായും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടം, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടം, ഒരു ഡാർക്ക് ഫേസ് അവസാനിച്ച് ഒരു പുതിയായിട്ടുള്ളൊരു ഫേസ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ലൈറ്റ് ഫേസ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡാർക്ക് ഫേസ് അവസാനിച്ച് ഇരുണ്ട കാലഘട്ടം അവസാനിച്ച് ഒരു തെളിഞ്ഞ കാലഘട്ടം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയതോർത്ത് ആ ഒരു വ്യക്തിക്ക് ഉറക്കമില്ല ഊണുമില്ലാത്തൊരവസ്ഥ എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ രാത്രിയിലൊക്കെ പ്രത്യേകിച്ച് അവരിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്. കാര്യം ഇപ്പോൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാര്യം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളെ കളഞ്ഞിട്ട് പോയ വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായത്. നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ളൊരു വസ്തുവായിരുന്നു, അല്ലെങ്കിൽ മൂല്യമുള്ളൊരു ഒരാളായിരുന്നു അവരുടെ ജീവിതത്തിൽ. അത്രത്തോളം ഇമ്പോർട്ടൻസ്, അവരെ അത്രത്തോളം കെയർ ചെയ്തിരുന്ന, അവരെ അത്രത്തോളം മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഈ ഒരു വ്യക്തി ഒരു ഫേവറബിൾ ടൈം, ഒരു ഡിവൈൻ ടൈമിൽ, ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കാലചക്രം മാറുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലും നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മൊത്തത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ്, നെഗറ്റീവായിട്ടുള്ള കൺസെപ്റ്റും ഒക്കെ മാറി നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു രൂപാന്തരണം, ആ ഒരു മെറ്റമോർഫോസിസ് അത് കണ്ട് അവർ വരെ ഞെട്ടിപ്പോയി. ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് കണ്ട് ആ ഒരു വ്യക്തി വരെ ഞെട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു വലിയ മാറ്റം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്.
അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതാണ് റീഡിങ്. അപ്പം ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ ലവ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് അവരെന്താണ് ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. അവരുടെ ലവ് മെസ്സേജാണ് നിങ്ങൾക്കായിട്ടുള്ള. റിസീവിങ് റെക്കഗ്നിഷൻ ഓർ സക്സസ് ഇൻ ലവ് എന്നാണ്. അവർ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പീരിയൻസസ് സൈക്ലിക് ഇൻ നേച്ചർ ആൻഡ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നു. വലിയ ബ്യൂട്ടിഫുൾ കാർഡാണ്. റിവൈവിങ് ഹോപ്പ് ആൻഡ് ഇൻസ്പിറേഷൻ ഇൻ ലവ് ആഫ്റ്റർ ഹാർട്ട് ടൈം. അതായത് വളരെ ദുരന്തപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ദുരിതപൂർവമായിട്ടുള്ള സിറ്റുവേഷന് ശേഷം, ഹാർട്ട് ടൈമിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിലൊരു പ്രതീക്ഷ അർപ്പിച്ചവരിപ്പം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർക്ക് വീണ്ടും തിരികെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു വ്യക്തിയിൽ ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. എന്ത് ചെയ്യാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെ പറയുന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക് കാർഡുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. നമുക്കൊരു ഡിവൈൻ മെസ്സേജും കൂടെ നോക്കാം. ഒരു ഡിവൈൻ മെസ്സേജും കൂടെ നോക്കാം. എൻ്റെ ലൈവ് റീഡിംഗ് ആണ്, അപ്പം നമ്മൾ എഡിറ്റഡ് റീഡിംഗ് അല്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്ന കാര്യം. ഞാനിപ്പം എന്താണോ വരുന്നത് ആ കാർഡുകളാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്, നിങ്ങൾക്കുള്ള മെസ്സേജാണ്. എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞാണ് ഒരു കാർഡാണ്. നിങ്ങൾ നോ നീഡ് ടു വറി, വെയിറ്റ്. നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ സെലക്ട് ചെയ്യുക ജീവിതത്തിൽ. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ശരിയാകുമെന്നാണ് ഡിവൈൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ചാനൽ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.